നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് ഓർക്കാപ്പുറത്തേറ്റൊരു അടി തന്നെയായിരുന്നു. സംസ്ഥാനത്തെ 18 മണ്ഡലങ്ങളിലും UDF വിജയിച്ചു കയറിയപ്പോൾ തൃശൂരിൽ 3-ാം സ്ഥാനത്തെത്തിയത് വളരെ വലിയ നാണക്കേടായി അവർക്ക്. കോൺഗ്രസിന്റെ ട്രിപ്പിൾ ഷൂട്ട് എന്നറിയപ്പെടുന്ന കെ മുരളീധരനെ രംഗത്തിറക്കി പട നയിച്ചിട്ടും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 1 ലക്ഷം വോട്ടാണ് കോൺഗ്രസിന് തൃശൂരിൽ നഷ്ടമായത്. സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ വിജയ സാധ്യതയില്ല എന്ന് പറഞ്ഞാണ് പകരം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത്. തലേ ദിവസം പോലും സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ അക്കൗണ്ടിൽ ഒരു ബാങ്ക് തുറക്കാം എന്നും BJP 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുമായിരുന്നു മുരളീധരന്റെ അവകാശവാദം. എന്നാൽ അവസാന നിമിഷം എല്ലാം തകർന്നടിഞ്ഞു. എന്തുകൊണ്ട് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി എന്നത് വിശദീകരിക്കാൻ ഇനി നേതൃത്വം ഏറെ പണിപ്പെടും എന്നതും വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട മണ്ഡലങ്ങളിൽ ഒഴികെ മറ്റ് 5 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണുള്ളത്. സിറ്റിംഗ് MP ആയ TN പ്രതാപനും DCC പ്രസിഡന്റായ ജോസ് വള്ളൂരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സഹകരിച്ചില്ല എന്ന ആരോപണവും മുരളീധരൻ ഇതിനകം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തുമെന്നത് ഉറപ്പാണ്. അതേസമയം പ്രതാപനും പരിഭവത്തിലാണ്. കോൺഗ്രസിന്റെ മറ്റ് MPമാർക്കെല്ലാം സീറ്റ് നൽകിയപ്പോൾ പ്രതാപനെ മാത്രം ഒഴിവാക്കിയത് പാർട്ടിക്കുള്ളിലും വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവി ഇടതു മുന്നണിയിലും കലാപം രൂക്ഷമാകുകയാണ്. പ്രചരണ വേളയിൽ തന്നെ CPM വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം CPIക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് നിലനിർത്താൻ ആരെയെങ്കിലും പുതുതായി ചേർത്ത വോട്ടർമാരുടെ എണ്ണം കൂട്ടി പരിഗണിക്കുമ്പോൾ മുന്നണിക്ക് വോട്ട് ചോർച്ച ഉണ്ടായി എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത് അടുത്ത പാർട്ടി യോഗത്തിൽ മുന്നണി യോഗങ്ങളിലും ചർച്ചയാക്കും എന്നും പറയുന്നുണ്ട്. VS സുനിൽകുമാറിനെ പോലെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വലിയ മാർജിനിൽ തോൽക്കേണ്ടി വന്നത് ഇടതുപക്ഷത്തിന് തൃശൂരിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് CPI വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന ഏക സീറ്റ് കൂടിയായിരുന്നു തൃശൂർ. അതും അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഗതി എന്താണെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.